പ്രിയപ്പെട്ട ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ ഉടമസ്ഥരുടെ ശ്രദ്ധയിലേക്ക് വേണ്ടി ആണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ പാലായിലും കൊട്ടാരമറ്റം റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ്. കൂടാതെ പാലായിലെ ഒരു ബിസിനസ്സുകാരനുമാണ്. പല ദിവസങ്ങളായിട്ട് ഞങ്ങളുടെ ഈ ഭാഗത്ത് ഉള്ള ഒരു തോട്ടിൽ, അതായത് ഒരു കോട്ടപ്പാലം എന്ന് പറയുന്ന ഭാഗമുണ്ട്, അതിൽ ഒരു നല്ല തോടൊഴുകുന്നുണ്ട്. ഈ തോട് വളരെ മലിനമായിട്ട് കൊട്ടാരമറ്റത്തെ റെസിഡൻസ് അസോസിയേഷൻ ഈ ഭാഗത്തെല്ലാം ഞങ്ങൾ പിരിവെടുത്ത് തോടെല്ലാം ക്ലീൻ ചെയ്ത് നന്നാക്കി വെച്ചിട്ട് ഏതാണ്ട് 2 വർഷക്കാലമായി ഇതിന്റെ മെയിൻ്റനൻസ് ഏറ്റെടുത്ത് നന്നായി ചെയ്യുന്നു. ഒരു സീസണിൽ, ഒരു വർഷത്തിൽ ഞങ്ങളൊരു 3 പ്രാവശ്യം ഈ തോട് നന്നായിട്ട് ക്ലീൻ ചെയ്യും. ഈ തോട്ടിൽ കുളിക്കാനും ആൾക്കാരും മറ്റ് ആവശ്യങ്ങൾക്കും എല്ലാം വെള്ളമെടുക്കുന്ന ഒരു തോടാണ്. ഇതിലാണ് പാലായിൽ ഒരു പാർലർ റോഡ് അത് കടന്നു പോകുന്നുണ്ട്. ഈ പാലത്ത് അവിടെ ഒരു ചെറിയ പാലമാണ്, കരിങ്കാണ്. ഈ കരിങ്കിന്റെ മുകളിൽ നിന്ന് സ്ഥിരമായി പലരും വേസ്റ്റ് ഈ തോടിലേക്ക് ഇടുകയാണ്. അങ്ങനെ ഈ തോടിനെ മലിനമാക്കുകയാണ്. ഈ കാര്യം പലപ്പോഴും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ചില ഹോട്ടൽ ഉടമസ്ഥർ ഞങ്ങൾ കണ്ടുപിടിക്കുകയും താക്കീത് നൽകുകയും എല്ലാം ചെയ്തു. ഇനി അതുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞത്. വീണ്ടും ഇന്ന് ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് ഇതിനോടൊപ്പം ഷെയർ ചെയ്യുന്നുണ്ട്. ഈ ഭാഗത്ത് വീണ്ടും കൊണ്ട് വേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് ചില സ്ഥാപനങ്ങളുടെ വിവരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഈ ബിസിനസ് രംഗത്തൊക്കെ ഉള്ള ആൾക്കാരെന്ന നിലയിൽ ഒരു സ്നേഹപൂർവ്വം നിങ്ങളൊരു കാര്യം അറിയിക്കുകയാണ്. ദയവേത് നിങ്ങളൊക്കെ, എനിക്കറിയാം ഹോട്ടൽ മേഖലയിലൊക്കെ ചെയ്യുന്ന ഒരു ഒത്തിരി പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടാണ് ഇന്ന് ഈ ബിസിനസ് കൊണ്ടുപോകുന്നത്. കാരണം കേരളത്തിൽ ഏത് ബിസിനസ്സും എന്നതുപോലെ നിങ്ങളുടെ ഫീൽഡ് വളരെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉള്ളതും, അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഫുഡ് സേഫ്റ്റിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് ഞങ്ങൾ സമീപസ്ഥരായിട്ടുള്ള ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇതിന്റെ ഇടയിൽ ധാരാളം തട്ടുകടകൾ എല്ലാം തുറന്നു വരുന്നുണ്ട്. അവരും ജീവിക്കാൻ വേണ്ടിയാണ്. എങ്കിലും ഇതിന്റെ എല്ലാം പ്രതിസന്ധികൾ നിങ്ങളെ പൊതുവെ ബാധിക്കുന്നുണ്ട്. ഈ ടാക്സ് കൊടുത്തും ഈ കാര്യങ്ങളെല്ലാം മാന്യമായിട്ട് ലൈസൻസ് എടുത്ത് കൊണ്ടു മുടക്കുമ്പോൾ. പക്ഷേ ഇവിടെ ഞങ്ങളുടെ ബുദ്ധിമുട്ട്, പൊതുജനത്തിന്റെ ബുദ്ധിമുട്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഈ കൂടുകളിലകത്ത് വലിയ വേസ്റ്റ് ബാഗുകളിൽ വൻതോതിൽ പ്ലാസ്റ്റിക്കും അതുപോലെ അതിനോടനുബന്ധിച്ച് ജൈവ മാലിന്യങ്ങളും ഈ കുളിക്കുന്ന തോട്ടിലേക്ക്, അതുപോലെ തന്നെ നമ്മുടെ ജലസ്രോതസ്സുകളിലേക്ക് നിങ്ങൾ വലിച്ചെറിയുമ്പോൾ ഇതിന്റെ തീരങ്ങളിലാണ് നമ്മുടെ കിണറുകൾ, കുടിവെള്ള കിണറുകളെല്ലാം ഉള്ളത്. അവിടെ നിന്ന് ഈ വെള്ളം മുഴുവൻ പമ്പ് ചെയ്ത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പ്ലാസ്റ്റിക്കുകൾ ഇന്ന് ലോക്കൽ ബോഡികളിൽ കൃത്യമായിട്ട് അവർ വന്ന് പഞ്ചായത്താണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും കൊണ്ടുപോകുന്നുണ്ടല്ലോ. നിങ്ങൾ അതിനോടൊന്ന് സഹകരിക്കുക. പ്ലാസ്റ്റിക് എല്ലാം അങ്ങനെ ശേഖരിച്ച് വെച്ച് കൊടുക്കുക. അതോടൊപ്പം തന്നെ മറ്റു മാലിന്യങ്ങളായിട്ടുള്ളത് നിങ്ങൾ എവിടെയെങ്കിലും കുഴിച്ചിടുകയോ സംസ്കരിക്കാനുള്ള പരിപാടിയോ ചെയ്യണം. നമ്മളെ പോലെയുള്ളവർ ഈ ഭാഗത്ത് ക്യാമറയൊക്കെ പരിശോധിച്ച് തീർച്ചയായിട്ടും കണ്ടെത്തി നടപടിയിലേക്ക് പോകാം. നടപടിയിലേക്ക് പോകുമ്പോൾ എപ്പോഴും സംഭവിക്കുന്നതിനാ, നമ്മൾ അവസാനം വരുമ്പം നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും കണ്ടാൽ അറിയുന്ന പ്രിയ സുഹൃത്തുക്കൾ തന്നെയാകും. നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു കാരണവശാലും ഈ കാണിക്കുന്നതിനകത്തൊരു യാതൊരു നീതിയുമില്ല. നമ്മുടെയൊക്കെ കുട്ടികളും നമ്മുടെയും ഒക്കെ കുടുംബങ്ങളിലേക്കാണ് ഈ വെള്ളം പമ്പ് ചെയ്ത് വീട്ടിലെത്തുന്നത് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ദയവായിട്ട് നിങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പ് വഴി ഞാൻ ഇപ്പോഴും നിങ്ങൾക്ക് ഇന്ന് ഇട്ടിരിക്കുന്ന വേസ്റ്റിനെ പറ്റിയുള്ള വിവരങ്ങൾ ഇടുന്നു. അതോടൊപ്പം ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള മാലിന്യങ്ങൾ തോടുകളിലേക്ക് വലിച്ചെറിയുന്നത് ഈ ഹോട്ടലുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവരും നിർത്തണം. അത് തട്ടുകടക്കാരാണെങ്കിലും അത് നിർത്തണം. അങ്ങനെ നമ്മുടെ നാടിനെ നമുക്ക് സംരക്ഷിക്കണം. ഒപ്പം നല്ല ഒരു ബിസിനസ്സുകാരും നാട്ടുകാരും ഹോട്ടലുകാരും എല്ലാം ചേർന്ന് പോകുന്ന ഒരു സ്നേഹ അന്തരീക്ഷം നമുക്കുണ്ടാകണം. ആരെയും ശത്രുക്കളായിട്ട് കണ്ടുകൊണ്ടല്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇത് കൃത്യമായിട്ട് പരിശോധിച്ച് നടപടികളിലേക്ക് പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ അറിയാം. നാട്ടുകാരെല്ലാം അറിയിക്കുക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അറിയിക്കുക എന്നുള്ളതല്ല ചെയ്യുന്നത്. നിങ്ങൾക്കിത് അയച്ചു തരുന്ന നിങ്ങൾ ഹോട്ടലുകാരുടെയൊക്കെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് ഇത്തരം പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാക്കാൻ നിങ്ങൾ പരസ്പരം എല്ലാവർക്കും മെസ്സേജ് ചെയ്യണം. ഇത്തരത്തിൽ നമുക്ക് ഒരു നല്ല ഒരു ആരോഗ്യമുള്ള ഒരു കേരളത്തെ സൃഷ്ടിക്കാൻ, നാടിനെ സൃഷ്ടിക്കാൻ നമുക്ക് മുമ്പോട്ട് പോകാം. വിദേശ രാജ്യങ്ങളിലൊക്കെ ആരും ഇങ്ങനെ എറിയല്ല. ഇതിനുള്ള കിട്ടുന്ന ശിക്ഷയും വലുതാണ് എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. സ്നേഹനിധിയ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്ത് ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. താങ്ക് യു.